ഇപ്പോൾ ബോബി അലോഷ്യസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ബോബി അലോഷ്യസ്, താങ്കൾക്കും ഇതിന് സമാനമായ പി യു ചിത്രയ്ക്ക് സമാനമായ ഒരു അനുഭവം താങ്കളുടെ ഭാര്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ശരി, തീർച്ചയായും ശ്രീ ബോബി അലോഷ്യസിലേക്ക്. എന്തായിരുന്നു താങ്കളുടെ അനുഭവം? താങ്കൾക്കും അത്തരത്തിൽ തന്നെ ഒരു എനിക്ക് സമാനം ഇതിലും ഈ ചിത്രയ്ക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിനകത്ത് സെലക്ഷൻ കിട്ടായിരുന്നെങ്കിൽ എനിക്ക് ഒളിമ്പിക്സിനായിരുന്നു കിട്ടായിരുന്നിരുന്നത്. അപ്പൊ ശരിക്കും ഇതിലും ഒരു ഹയർ അച്ചീവ്മെന്റ് കിട്ടിയിട്ടും എനിക്ക് പോവാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. അത് ഒരു തവണ മാത്രമല്ല, 2-3 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ എനിക്ക് ഇങ്ങനെ സെലക്ഷൻ സെലക്ട് ചെയ്തിട്ടും എനിക്ക് ടീമിൽ കൊണ്ടാതെ ഒഴിവാക്കപ്പെട്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഒരിക്കൽ അതിനുവേണ്ടി കോടതിയെ സമീപിച്ചെങ്കിലും അന്നത്തെ കാലത്ത് അത്തരത്തിലൊരു വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത് പോകാനുള്ള ഒരു അവസരം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിവേ ഇപ്പൊ ആ ഒരു ചിത്രം അങ്ങനെ ചെയ്തു ഒരു നല്ലൊരു സ്റ്റെപ്സ് എടുത്തു. അത് ഭാവിയിൽ മറ്റു കായിക താരങ്ങൾക്ക് സഹായം ചെയ്യുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ബോബി അലോഷ്യസിന് ഇത്തരത്തിൽ തന്നെ ഒരു അനുഭവം തന്നെയാണോ ഉണ്ടായത്? കാരണം അത്ലറ്റിക് ഫെഡറേഷന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു വലിയൊരു സമ്മർദ്ദം, വീഴ്ച, ഇതൊക്കെ തന്നെയാണോ താങ്കളുടെ ഭാവിയെ മാറ്റിമറിച്ചത്? അതൊരു വാസ്തവത്തില് അങ്ങനെ അവർ പറഞ്ഞു ഒഴിവാക്കുകയല്ലേ ചെയ്ത്. ഈ ഒളിമ്പിക്സിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പ്രിലിമിനറി ലിസ്റ്റിൽ 2 വർഷം മുമ്പേ നമ്മുടെ പേര് കൊടുത്തിരിക്കണം, നമ്മൾ സാധ്യതാ ലിസ്റ്റില്. അത് ആ സമയത്ത് അവര് ഉൾപ്പെടുത്താതെ ഇരിക്കുകയും അതുകൊണ്ട് എന്നെ ഒഴിവാക്കേണ്ട ഒരവസ്ഥ വരികയും ചെയ്യുക ചെയ്തിരുന്നേ ഒളിമ്പിക്സിന്റെ കാര്യത്തില്. അപ്പം പ്രത്യേകിച്ച് എന്റെ ഈവന്റ് ഹൈ ജമ്പിൽ അന്താരാഷ്ട്ര ലെവലിൽ ഇന്ത്യയിൽ നിന്ന് ആരും പോയിട്ട് മുൻ വർഷങ്ങളിൽ മെഡലൊന്നും വാങ്ങിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഒരിക്കലും ഹൈ ജമ്പ് ഇനത്തിൽ ഒരു അന്താരാഷ്ട്ര മെഡൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഈ ഒരു ഈവന്റിനെ പരിഗണിച്ചുകൊണ്ട് ടീമിലെടുക്കാനുള്ള ഒരു അവസരം തരികയുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു എന്നെ പല പ്രാവശ്യം ഒഴിവാക്കിക്കൊണ്ടിരുന്നത്. തീർച്ചയായും പലപ്പോഴും ഗോഡ് ഫാദർമാർ ഇല്ലാത്തതാണ് കായിക താരങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ തഴയപ്പെടുന്ന ഘടകമാണ്. അതൊരു ഘടകമാണ്. എന്ന് വെച്ചാൽ ക്യാമ്പിൽ ഇന്ത്യ അത്ലറ്റിക് ഫെഡറേഷൻ നടത്തുന്ന പരിശീലന ക്യാമ്പിൽ നമ്മൾ സ്ഥിരമായി നിൽക്കുകയും അവരാരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ പേര് എപ്പോഴും അവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സെലക്ഷന് വേണ്ടി സഹായിക്കും. പക്ഷെ അങ്ങനെ വരാതിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഞാനൊരു നോർത്ത് ഇന്ത്യൻ ആയിരുന്നെങ്കിൽ ആ സമയത്തൊക്കെ ഒളിമ്പിക്സിനും ഏഷ്യൻ ഗെയിംസിനും ഒക്കെ എനിക്ക് ഒരു പ്രശ്നമില്ലാത്ത സെലക്ഷൻ കിട്ടിയേനെ. അപ്പൊ നമ്മുടെ ഈ ഒരുപാട് പേരോട് അവരുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കുന്നവരോടൊക്കെ ഈ ഒരു അവഗണന ഉണ്ടായിട്ടുണ്ട് എക്കാലത്തും. പക്ഷെ പിന്നീട് അതിനുശേഷം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ അത് ഒഴിവായി. പിന്നെ സെലക്ഷനൊക്കെ തരാൻ തുടങ്ങി. ഇത് മനസ്സിലായി, മെഡൽ വാങ്ങിക്കും, അന്താരാഷ്ട്ര ലെവലിൽ പോയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പെർഫോം ചെയ്യും. അല്ലാതെ ഇപ്പൊ ഒരുപാട് കായികതാരങ്ങൾ ഇന്ത്യയിൽ പെർഫോം ചെയ്യും, വെളിയിൽ പോകുമ്പോൾ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ പുറത്തു പോയാലും നന്നായി ചെയ്യുമായിരുന്നു, മെഡലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് ആയപ്പോഴത്തേക്ക് ഒരുപാട് തടസ്സങ്ങൾ ഒഴിവായി. എന്തായാലും ബോബിയുടെ ലൈഫിലെ തന്നെ ഒറ്റയൊരു ദുരന്തമല്ല, മറിച്ച് നിരവധി ദുരന്തങ്ങൾ ഇതുപോലെ ഉള്ളതുണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ? ഒന്നുകൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യാമോ? എനിക്ക് ഇടയ്ക്ക് ഈ ശബ്ദം വേറെ ആരുടെയും കേൾക്കുന്നുണ്ട് കൂടെ. ബോബിയുടെ ലൈഫിൽ തന്നെ 98-ലായിരുന്നു ആദ്യത്തെ ഒരു ദുരന്തം ഉണ്ടായത്. ഇത്തരത്തിൽ ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അതിനുശേഷം ഇതുപോലെ പല രീതിയിൽ തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അത്തരത്തിൽ ബോബിയുടെ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങൾ കൂടി. ആദ്യം എനിക്ക് എന്നെ സെലക്ഷൻ ഒഴിവാക്കിയത് 98-ല് ഫുക്കുവോക്കയിൽ ഒരു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടന്നു. അപ്പൊ അതില് ഞാൻ നന്നായി പെർഫോം ചെയ്തായിരുന്നു ഇവിടുത്തെ സെലക്ഷൻ ട്രയൽസിൽ. എന്നിട്ട് എന്നെ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നു. പിന്നെ ഒരുപാട് പേര് പ്രഷർ ചെയ്യുക, സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം എന്നെ ടീമിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ഉൾപ്പെടുത്തി ഞാൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പോയി ചെയ്യും. ഏഷ്യയിലെ അന്ന് ഏറ്റവും മികച്ച താരങ്ങൾ, ഇന്നത്തെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പോലെ ആയിരുന്നില്ല അന്ന്, ഏഷ്യയിലെ ഏറ്റവും മികച്ച താരങ്ങൾ എല്ലാവരും പങ്കെടുത്തു. ജപ്പാനും ചൈനയും ഒക്കെ പങ്കെടുത്തു. അന്ന് എനിക്ക് 4ാം സ്ഥാനം ഏഷ്യയിൽ വന്നായിരുന്നു. അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഞാൻ ഏഷ്യയിൽ 4ാം സ്ഥാനമായിട്ട് കൂടി എന്നെ ഏഷ്യൻ ഗെയിംസ് ടീമിൽ പരിഗണിച്ചില്ല. മെഡൽ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. 4ാം സ്ഥാനം നിൽക്കുന്ന ഒരാൾക്ക് ഏതായാലും മെഡൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതിൽ നിന്നും ഒരാൾ വരാതിരിക്കുകയോ ഒരാൾക്ക് 2 പേർക്ക് ജമ്പ് ചെയ്യാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്താൽ മെഡൽ സാധ്യതയുള്ളതാണ് ഏഷ്യൻ ഗെയിംസിന്. എന്നെ ഉൾപ്പെടുത്താതിരിക്കുകയും എന്നാൽ ആ ഏഷ്യൻ ഗെയിംസിൽ എന്നെ കഴിഞ്ഞ് മോശമായിട്ട് ചെയ്തവർക്ക് മെഡൽ വാങ്ങുകയും ചെയ്തു അവര്. തീർച്ചയായും അവിടെയാണ് സനൽ പി തോമസ് പോലെയുള്ള താങ്കളുടെ ഒരു ദൈവം പോലെ വന്ന ഒരാരും പി യു ചിത്രയ്ക്ക് നിലവിൽ ഇല്ല എന്നുള്ളത് ഏറെ ഖേദകരമല്ലേ?
അതെ, അന്നൊക്കെ ഞാനൊക്കെ ഈ തരത്തില് PU ചിത്രം എടുത്ത പോലെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ കോടതിയിൽ അന്നത്തെ കാലത്ത് നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അനുഭവങ്ങളൊന്നും ചിത്രയ്ക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അത്ലറ്റിക്സ് മേഖലയിൽ വലിയ ടേണിംഗ് പോയിന്റ് ആവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ കായിക താരങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒട്ടേറെ ദുരിതങ്ങളിലൂടെ കടന്നാണ് ഒടുവിൽ ഒരു വിജയത്തിലേക്കൊക്കെ എത്തുന്നത്. പക്ഷെ അതിന് തടസ്സങ്ങളായി നിൽക്കുന്നവർ ആരൊക്കെ, അതിന് വിജയത്തിലേക്ക് നയിക്കാൻ എതിർത്തുകൊണ്ട് നിൽക്കുന്നവർ ആരൊക്കെ എന്നുള്ള ചോദ്യം അതിപ്പോഴും നിലനിൽക്കുകയാണ്. അന്ന് ബോബിക്കുണ്ടായ അതേ അനുഭവങ്ങൾ ഇന്ന് ഈ ഒരു വർഷം വരെ എത്തി നിന്നിട്ടും അതിന് യാതൊരു മാറ്റം വരുന്നില്ല എന്നുള്ളത് നിങ്ങളെപ്പോലുള്ളവർ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്ലറ്റുകൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോ സ്പോർട്സ് ചെയ്ത് റിട്ടയർ ചെയ്തിരിക്കുന്ന നമ്മൾ പ്രതികരിച്ചിട്ട് അതിന് വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കത്തില്ല. നമുക്ക് പറയാൻ, അതായത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ ബ്രാഞ്ചുകളാണ് എല്ലാ സ്റ്റേറ്റിലുള്ള അസോസിയേഷനുകൾ. കേരള അത്ലറ്റിക് അസോസിയേഷൻ എന്ന് പറയുന്ന കേരള കായിക താരങ്ങളുടെ ഈ സെലക്ഷന്റെ കാര്യത്തിൽ അവരാരൊക്കെ സാധ്യതയുള്ളവരാണ്, അത് അവര് ടേക്ക് കെയർ ചെയ്യാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ കേരള അത്ലറ്റിക് അസോസിയേഷൻ ഉള്ളത്. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റുകൾക്ക് അസോസിയേഷന്റെ ആവശ്യമില്ല, കേന്ദ്ര ഫെഡറേഷൻ മതിയല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അതും ജില്ലാ അസോസിയേഷനുകളുണ്ട്, സ്റ്റേറ്റ് അപ്പൊ ഒരു ശക്തമായ ബ്രാഞ്ചസ് ഉള്ള ഒരു അസോസിയേഷനാണ് ഇത്. അസോസിയേഷൻ വളരെ നിയമാനുസൃതമായി പോകുന്ന ഒരു അസോസിയേഷനാണ് എല്ലാ അസോസിയേഷനും. അപ്പൊ അതാത് സ്റ്റേറ്റിലെ അസോസിയേഷനുകൾ അതാത് ജില്ലയിലെ അവരുടെ സ്റ്റേറ്റിലെ കായിക താരങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ശക്തമായ നിലപാടെടുക്കുകയും ചെയ്താലേ ഇതിന്റെ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ സ്പോർട്സ് നിർത്തി കായിക താരങ്ങൾ ഇതുകൊണ്ട് സംസാരിച്ചുകൊണ്ടെന്ന കാര്യം ഇവർ അസോസിയേഷന്റെ അംഗമല്ല, ഇവര് സെലക്ഷൻ കമ്മിറ്റിയുടെ അംഗമല്ല, ഇവര് പരിശീലകരായിട്ടിരിക്കുന്നില്ല. പിന്നെ ഇവര് സംസാരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇതിൽ വരത്തില്ല. പൊതുജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്കൊക്കെ സംസാരിക്കാം എന്നല്ലാതെ ഇതിന്റെ നിയമ നടപടിയിലോ ഇതിന്റെ ഒരു നമുക്ക് കൈകടത്താനുള്ള യാതൊരു എന്താ പറയുന്ന അതിനൊരു നമ്മൾ പറഞ്ഞാൽ വിലയില്ല. അതില് നിയമപരമായി നമുക്ക് അത് ഇടപെടാൻ പറ്റത്തില്ല. അതാത് സ്റ്റേറ്റ് അസോസിയേഷന്റെ ഉത്തരവാദിത്തമാണ് അവരവരുടെ സ്റ്റേറ്റിലെ കായിക താരങ്ങൾക്കുള്ള നീതി ഉറപ്പുവരുത്തുക എന്നുള്ളത്. തീർച്ചയായും ഒരുപക്ഷെ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യം എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ സെലക്ഷൻ പ്രക്രിയ നടക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുന്നു, എന്തൊക്കെ ചട്ടങ്ങളാണ് ഇതിന് പിന്നിൽ? ഞാനൊരു കാര്യം പറയാം. ഈ അത്ലറ്റിക്സ് എന്ന് പറയുന്നത് സെലക്ഷൻ മാനദണ്ഡങ്ങളോ സെലക്ഷൻ സംവിധാനങ്ങളോ ഒന്നും വേണ്ട ആവശ്യമുള്ള ഒരു സംഭവമല്ല. എന്നുവെച്ചാൽ ഗെയിംസ് ആണെങ്കിൽ ഒരു ഗെയിം ടീം സെലക്ട് ചെയ്യണമെങ്കിൽ അവരുടെ പല പല ഗെയിമുകൾ അവർ പല രീതിയിലായിരിക്കും കളിക്കുന്ന ഒരു പ്ലെയർ. ആ പല കളികൾ കണ്ടിട്ട് വേണം ഒരു കമ്മിറ്റി നല്ല ടീമിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി. അത്ലറ്റിക്സ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ അത്ലറ്റിക് അസോസിയേഷൻ ഒരു മാനദണ്ഡം കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈ ജമ്പ് ചെയ്യുന്ന ആള് 1.50 ചാടൂ, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. ലോങ് ജമ്പ് ചെയ്യുന്ന 7 മീറ്റർ ചാടൂ, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. ആ മാർഗരേഖ അനുസരിച്ച് അത്രയും ചെയ്ത ആൾക്കാരെ സെലക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് വഴി. അല്ലാതെ ഇതിന്റെ അകത്ത് ടെക്നിക്ക് ആരുടെ നല്ലതാണ്, അല്ലാതെ ജമ്പ് ആരുടെ ശരിയാണ് എന്ന് നോക്കിയിട്ടൊന്നും ഗെയിം പോലെയേ അല്ല. അപ്പൊ പിന്നെ ഈ അത്ലറ്റിക്സിന് എന്തിനാണ് ശരിക്കും സെലക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം പോലും ഇല്ല ശരിക്കും. തീർച്ചയായും അച്ചീവ്മെന്റ് അച്ചീവ് ചെയ്യുന്നവരെ കൊടുത്താൽ മതി. അല്ലെ ഫസ്റ്റ് സെക്കൻഡ്, ഇന്ത്യയിൽ ഫസ്റ്റ് സെക്കൻഡ് വരുന്നവർക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് വരുന്നവർക്ക് സെലക്ഷൻ കൊടുത്താൽ മതിയല്ലോ. ഒരു ഫൈനൽ അമേരിക്കൻ ഒളിമ്പിക്സ് ടീമിനെ പോലും തെരഞ്ഞെടുക്കുന്ന അവർ ഒരു മത്സരം നിശ്ചയിക്കും. ആ മത്സരത്തിൽ വിൻ ചെയ്യുന്നവരെ അവർ ഒളിമ്പിക്സ് ടീമിന് വേണ്ടി സെലക്ട് ചെയ്യും. അതിന് സെലക്ഷൻ പ്രത്യേകിച്ച് വേറെ രണ്ടാമത് മൂന്നാമത് ഒന്നും മത്സരം നടത്തുന്നില്ല. അതുപോലെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോകാൻ വേണ്ടി ഇന്റർനാഷണൽ ഫെഡറേഷൻ തന്നിരിക്കുന്ന ക്വാളിഫിംഗ് സ്റ്റാൻഡേർഡ് ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും പോവാം. ക്വാളിഫൈ ചെയ്താരെ എടുത്താൽ പോരെ, ഇനി സെലക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം പോലും എന്താണ്? തീർച്ചയായും അപ്പോൾ നിലവിലെ സാഹചര്യം എന്നും പറയുന്നത് അധികൃതരെ സ്വാധീനിക്കാൻ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപാത്രമാകുന്നവർക്ക് മാത്രം അവസരം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു എന്നാണോ? അതെ അതെ, അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് ഒഴിവാക്കാനും കയറ്റാൻ വേണ്ടി ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നതല്ല. അത് സെലക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യമേ അത്ലറ്റിക്സിനില്ല. 100 മീറ്റർ ഓടി വരുന്ന ഫസ്റ്റ് വരുന്നവരെ ടീമിൽ എടുക്കുന്നു. അത് സെക്കൻഡ് വരുന്നവരെ കയറ്റണമെങ്കിലാണ് ഈ പൊളിറ്റിക്സ് വേണ്ടത്, ഇല്ലേ? തീർച്ചയായും. എന്തായാലും വലിയ അഴിമതിയുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇത്തരം കമ്മിറ്റികളും അധികൃതരും ഫെഡറേഷനും എല്ലാം എന്നാണോ താങ്കൾ പറയുന്നത്? അതെ അതെ, തീർച്ചയായും. അത്ലറ്റിക്സിനെ സംബന്ധിച്ച് ഈ പറയുന്ന യാതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമില്ല. ഓടി ഫസ്റ്റ് വരുന്നതിന് ടീമിൽ കൊണ്ടുവന്നു, 2 പേരെ കൊണ്ടുപോയി ഫസ്റ്റ് സെക്കൻഡിനെ കൊണ്ടുപോകുന്നു, 3 പേരെ കൊണ്ടുപോയി തേർഡിനെയും കൊണ്ടുപോകുന്നു. ഇതിനിപ്പോ എന്തിനാ സെലക്ഷന്റെ കമ്മിറ്റിയുടെ ആവശ്യം? തീർച്ചയായും. എന്തായാലും ബോബിക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിലെ വലിയ 2 അവസരങ്ങളാണ്. അത്തരത്തിൽ തന്നെ ഒരിക്കലും ഇനി നേടാൻ പറ്റാത്ത അവയോർത്ത് ദുഃഖിക്കുക മാത്രമേ ഇനി നിവൃത്തിയുള്ളൂ. ആ ഒരു തലത്തിലേക്ക് തന്നെ നിലവിൽ PU ചിത്രയുടെ അവസ്ഥയും എത്തി നിൽക്കുന്നു. ഏറെ പരിതാപകരമല്ലേ? ഇതൊക്കെ നമ്മുടെ മേഖലയിൽ നമ്മുടെ ഒരു ജീവിതാനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതല്ല. നമുക്ക് ഇപ്പൊ എല്ലാവരും നമ്മുടെ ഇന്ത്യ പോലൊരു രാജ്യത്ത് എല്ലാവർക്കും തുല്യനീതി കിട്ടുമൊന്നുമില്ല. അതൊക്കെ അങ്ങനെയുള്ള ഒരു രാജ്യമല്ല നമ്മുടേത്. തുല്യനീതിയൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അപ്പൊ അതുകൊണ്ട്
നമുക്ക് ലഭിച്ചത് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കാനുള്ള കിട്ടി, കുറച്ച് അവഗണന കിട്ടി. എല്ലാവർക്കും ഒരുപാട് പേർക്കാണ് കിട്ടുന്നവരുണ്ട്, ചിലർക്ക് ന്യായമായിട്ട് കിട്ടും. അതിൽ നമ്മൾ അങ്ങനെ ആ കാലം കഴിഞ്ഞു പോയല്ലോ. തീർച്ചയായും എന്തായാലും ഈ നഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ് ഇപ്പോൾ കേൾക്കാനുള്ളത്. ഇനി അത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ, ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യാൻ സാധിക്കും? ഈ ഫെഡറേഷൻ എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ബോഡി ആണെങ്കിൽ പോലും ഇവരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ സർക്കാരിന്റെ ചെലവിലല്ലേ നടക്കുന്നേ. അപ്പൊ സർക്കാർ ഇവരുടെ നിയമാവലിയിൽ സർക്കാരിന് ഇടപെടാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ സർക്കാർ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെന്താ നടത്തുന്നതെന്നുള്ള സർക്കാരിന് അന്വേഷിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കുകയും ചെയ്യാവുന്നതാണല്ലോ. അപ്പൊ അത്തരത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നല്ലൊരു അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടുണ്ടാകുള്ളൂ. പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഇന്ത്യയിലെ ഷട്ടിൽ ബാഡ്മിന്റൺ, ഷൂട്ടിംഗ്, റെസ്ലിംഗ് അങ്ങനെയുള്ള അസോസിയേഷനുകൾ എല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ഒളിമ്പിക്സിലൊക്കെ പോയി മെഡൽ വാങ്ങിക്കാൻ തുടങ്ങി. അവരൊക്കെ നല്ല പ്രൊഫഷണൽ അസോസിയേഷനിലായി വർക്ക് ചെയ്യും, അവരുടെ കായിക താരങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും മെഡൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അത്ലറ്റിക്സ് പോലെയുള്ളൊരു വളരെ പോപ്പുലറായ ഒരു ഇനത്തിൽ ഇനി അങ്ങനെയൊക്കെ ആരെങ്കിലും മുൻകൈ എടുത്ത് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോകാൻ വേണ്ടി 24 കായിക താരങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഏറിയ ഭാഗവും വാക്കിങ്ങും മാരത്തോണും പോലെയുള്ള ലോങ് ഡിസ്റ്റൻസ് ഇനങ്ങൾ. യാതൊരു വിധത്തിലും നമുക്ക് എങ്ങും എത്താൻ, മെഡലിന്റെ ഒരു പരിസരത്ത് പോലും എത്താൻ പറ്റില്ലാത്ത കായിക ഇനങ്ങൾക്കാണ് ഇപ്പൊ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് 6 പേരെ ക്വാളിഫൈ ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ഈവൻസിന്, ബാക്കി 12 പേര് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് 24 പേരുടെയും ക്വാളിറ്റി ഓഫ് പാർട്ടിസിപ്പൻസ് വളരെ കുറച്ചേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്വാളിറ്റി വളരെ കുറവാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു നല്ലൊരു ഇന്ത്യൻ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാലേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഈ ഫീൽഡ് നശിച്ചു പോവുകയുള്ളൂ. തീർച്ചയായും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയുടെ ആ പ്രശ്നങ്ങളുടെ തുടക്ക ദിവസത്തിൽ PT ഉഷ പറഞ്ഞ വാക്കുകളുണ്ട്. ചിത്രയ്ക്കുണ്ടായ ഈ അനുഭവത്തിൽ ഒരു കായിക താരം എന്ന നിലയിൽ ഏറ്റവും അധികം ഞാൻ വേദനിക്കുന്നു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് PT ഉഷ. പക്ഷെ പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ നിങ്ങൾ കായിക താരങ്ങളൊക്കെ കൂടി ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങിയാൽ ഈ ഒരു അവസ്ഥയ്ക്ക്, ഈ ഒരു ദുർവിധിക്കൊക്കെ മാറ്റം വരുത്താനാകില്ലേ? ഈ അത്ലറ്റിക്സിന്റെ രാഷ്ട്രീയത്തിൽ, സ്പോർട്സിന്റെ രാഷ്ട്രീയത്തിൽ കായിക താരങ്ങളെക്കാൾ ശക്തരായിട്ട് സംഘാടകരുണ്ട്. അപ്പൊ ഇവർക്ക് ഈ പറയുന്ന പോലെ ഈ എങ്ങനെ കായിക താരങ്ങൾ ഇടപെട്ടാലും സംഘടനാ രീതിയിലുള്ള നിയമത്തിൽ നിന്നുകൊണ്ടേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശക്തമായിട്ട് എടുത്താലൊന്നും ഒരു മാറ്റമൊന്നും വരുത്തൊന്നുമില്ല. അതിന് അതിൻ്റെതായ പ്രോപ്പറായ രീതിയിൽ ഗവൺമെന്റ് ഇടപെട്ടാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതായത് താരങ്ങൾക്കല്ല വില, മറിച്ച് സംഘാടകരെ കേന്ദ്രീകരിച്ചുള്ള ഉഷ്ചേച്ചിയുടെ കാര്യമാണ് ഇപ്പൊ പലരും പറയുന്നത്. ഉഷ്ചേച്ചിയാണ് ചിത്രയെ ഒഴിവാക്കാൻ വേണ്ടി മുൻകൈ എടുത്തിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഉഷ്ചേച്ചി ഒരാൾ കമ്മിറ്റിയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യും, ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഉഷ്ചേച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. പക്ഷെ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന ഒരു വാർത്തയാണ്. അവരങ്ങനെയല്ലേ പറയുള്ളൂ. അത്ലറ്റിക് ഫെഡറേഷനെ മറ്റ് അംഗങ്ങളെ അവര് പേരുള്ളവരെ പ്രശസ്തി ഉള്ളവരോ അല്ല, അവരെ ജനത്തിന് അറിഞ്ഞുകൂടാ. അവരുടെ ആരുടെ പേര് പറഞ്ഞാലും അത് ആരായെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അത് ഉഷ്ചേച്ചിയുടെ തലയിൽ കെട്ടിവെക്കാനല്ലേ അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ ഉഷ്ചേച്ചി ഒരാള് ചിത്രം എടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ കമ്മിറ്റിയിൽ ഒരാളും അല്ലെ ചെയർമാൻ ആയിരിക്കണം. ഒരാൾ പറഞ്ഞാൽ അങ്ങനെ ഒരു നടപടി ഉണ്ടാവത്തില്ല. അപ്പൊ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ പേരാരും ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ട് അവരെ പറ്റി ആരും സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ ബോബി അലോഷ്യസ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ബിന്ദു കൃഷ്ണ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്താനാകില്ല എന്ന് അത്ലറ്റിക് ഫെഡറേഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. ചിത്രയെ ഉൾപ്പെടുത്താനുള്ള സമയപരിധിയും അവസാനിച്ചിരിക്കുകയാണ്. ഇനി യാതൊരു വിധത്തിലും ഒരു സാധ്യതയുമില്ല, എല്ലാ സാധ്യതയും മങ്ങിയ ഒരു അവസ്ഥയാണ് ചിത്രയ്ക്ക് മുമ്പിലുള്ളത്. താങ്കൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? അങ്ങേയറ്റം നിരാശയോടുകൂടിയും അതിലേറെ അമർഷത്തോടു കൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. കാരണം വളരെ മിടുക്കിയായി സമർത്ഥയായി കേരളത്തിന്റെ കായിക രംഗത്തെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി രാജ്യത്തിന്റെ അഭിമാനമായ PU ചിത്രയെ ഈ മേളയ്ക്ക് അയക്കില്ല എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ പേരിലായാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ആദ്യം പുറത്തു വന്ന വാർത്തകൾ ടീം ഒഫീഷ്യൽസിന് പോകാൻ വേണ്ടി ചിത്രയെ ഒഴിവാക്കി എന്നാണ്. പിന്നീടാണ് ചിത്രയ്ക്കുള്ള അയോഗ്യതകൾ വിവരിക്കുന്നത്. പക്ഷേ അവിടെ നാം കാണേണ്ടത് ദേശീയ സ്കൂൾ കായികമേളയിൽ കേരളത്തിന്റെ അഭിമാന താരമായിരുന്ന ഈ മിടുക്കി
സീനിയർ പെൺകുട്ടികളുടെ 5000 മീറ്റർ ഓട്ടത്തിലും 1500 മീറ്റർ ഓട്ടത്തിലും ദേശീയ റെക്കോർഡോടുകൂടിയാണ് ചിത്ര സ്വർണം നേടിയത്. അങ്ങനെ മാത്രവുമല്ല 5000 മീറ്ററിൽ 15 വർഷം പഴക്കമുള്ള റെക്കോർഡും 1500 മീറ്ററിൽ 12 വർഷം പഴക്കമുള്ള റെക്കോർഡുമാണ് ചിത്ര തിരുത്തി കുറിച്ചത്. 3000 മീറ്ററിലും ചിത്ര സ്വന്തം നേടിയിരുന്നു. ഇതൊക്കെ കാണിക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ദീർഘദൂര ഓട്ടക്കാരിയാണ് ചിത്ര എന്നതാണ്. അങ്ങനെയുള്ള ആ കുട്ടിയെ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ലോക മത്സരങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കുന്ന ഒരു കാലത്തും ഉചിതമല്ല. ഇന്ത്യയുടെ അഭിമാന താരം ശ്രീമതി പി ടി ഉഷയുടെ കായിക ദിനങ്ങളിൽ ഒന്നും തന്നെ ഇതുപോലുള്ള ദൃശ്യമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയ ഒന്നുമില്ലായിരുന്നു. പ്രിന്റ് മീഡിയയുടെ സഹായത്തോടു കൂടി തന്നെ കേരളത്തിലെ ജനത ഒന്നടങ്കം ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസങ്ങൾ, ഉഷയ്ക്ക് വേണ്ടി വഴിപാട് നേർന്ന ദിവസങ്ങൾ, അങ്ങനെ അത്രയും ശക്തമായ പിന്തുണയാണ്. ഉഷ വീഴുമ്പോൾ തളരരുതേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേരളത്തിലെ ജനത ഒറ്റയ്ക്കുണ്ടായിരുന്നു. ഇപ്പോ സെലക്ഷൻ കമ്മിറ്റിയിൽ ശ്രീമതി ഉഷ ഒറ്റയ്ക്ക് വിചാരിച്ച് ചിത്രയെ പുറന്തള്ളാൻ കഴിഞ്ഞു എന്ന അഭിപ്രായമൊന്നും നമുക്കില്ല. പക്ഷെ അവിടെ ഒരു അഭിപ്രായമുണ്ട്. ചിത്ര ഒഴിവാക്കപ്പെടുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പേ കേരളത്തോട് പറയുവാൻ, അല്ലെങ്കിൽ കേരളത്തിന്റെ കായിക മന്ത്രാലയത്തോടോ ഏതെങ്കിലും നിലയിൽ അറിയിക്കാനുള്ള ഒരു ബാധ്യത ചിത്രയടക്കമുള്ള അഞ്ജു ബോബി ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കോടതി പറഞ്ഞാൽ പോലും കേൾക്കാത്ത കോടതിയുടെ വിധി ബൈൻഡിംഗ് അല്ല ഏഷ്യൻ അത്ലറ്റിക് ഫെഡറേഷൻ എന്നറിയാം. എങ്കിൽ പോലും ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷെ അവർ അത് എടുക്കുന്നതിന് പകരം തിങ്കളാഴ്ച അപ്പലേറ്റ് കോടതിയിൽ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുമ്പ് മലയാളി താരങ്ങൾക്ക് ഇതാദ്യമായിട്ടല്ല ഇത്തരം അവഗണന നേരിടുന്നത്. മുമ്പ് അനു രാഘവനും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർത്തിട്ടുള്ള നാമധേയമാണ് കേരളം. അതുകൊണ്ട് തന്നെ ലോകത്തിൽ എവിടെ ചെന്നാലും ഇന്ത്യയെ അറിയുന്നത് പലപ്പോഴും ഉഷയുടെ പേരിലാണ് എങ്കിൽ നാളെ ചിത്രയുടെ പേരിലോ പ്രീജ ശ്രീധരന്റെ പേരിലോ മറ്റാരുടെയും ടിറ്റു ലൂക്കയുടെ പേരിലോ അങ്ങനെയുള്ള ഈ ഭാവിയുടെ പ്രതീക്ഷയായ താരങ്ങളുടെ പേരിലാകുമെന്ന് ഉറച്ചു വിശ്വസിച്ച് അതിനായി കാത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. തീർച്ചയായും അവിടെയാണ് ബിന്ദു കൃഷ്ണ ഭാവിയുടെ പ്രതീക്ഷകൾ അവയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് PU ചിത്ര എന്ന പെൺകുട്ടിക്ക് ഇത്തരമൊരു ദുർവിധി തന്നെ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ PT ഉഷ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഏറ്റവും അധികം വേദനിക്കുന്നത് താനാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ഒരു കാര്യം. പക്ഷേ പിന്നീട് കഥകൾ മാറി മറിയുന്നു. ഈ ഒരു സംഭവത്തിന് പിന്നിൽ PT ഉഷയ്ക്കും ചെറിയ കരങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ വാർത്ത വന്നു. ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. എങ്കിൽ പോലും കായിക താരങ്ങൾക്കുണ്ടാകുന്ന ഈ ദുർവിധി വെറും സാങ്കേതികത്വം മാത്രം ചൂണ്ടിക്കാട്ടി എങ്ങുമല്ലാതാകുന്ന അവരുടെ ജീവിതം തന്നെ തഴയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. തികച്ചും വേദനാജനകം തന്നെയല്ലേ? അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. വേദനാജനകം ആണെന്ന് മാത്രമല്ല, കൃത്യമായ അമർഷം ഈ കാര്യത്തിലുണ്ട്. ഇത് അപലപിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇത്രയും കഴിവുള്ള കായിക താരങ്ങൾക്ക് അവസരം കൊടുക്കാതെ ഇവർ ആർക്ക് അവസരം കൊടുക്കുന്നത്? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഇത്രയും മിടുക്കികളായ കായിക താരങ്ങളുള്ളത്? ഇന്ത്യയിലെ പലപ്പോഴും ഞാൻ ഓർക്കുക, PT ഉഷ മത്സരിക്കുന്ന സമയത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷെ PT ഉഷയ്ക്ക് അന്ന് ഇന്ത്യ മുഴുവൻ പിന്തുണ കൊടുത്തിരുന്നു. ആദ്യം കേരളം ഒറ്റക്കെട്ടായാണെങ്കിൽ പിന്നെ ഇന്ത്യ മുഴുവൻ കൊടുത്തിരുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ PT ഉഷയുടെ വൈരാഗ്യ ബുദ്ധി കൊണ്ട് ഈ ചിത്രയെ ഒഴിവാക്കി എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എങ്കിൽ പോലും PT ഉഷയ്ക്ക് അറിയുമായിരുന്നു ചിത്ര ഒഴിവാക്കപ്പെടാൻ പോവുകയാണെന്ന്. അഞ്ജു ബോബി ജോർജിന് അറിയാമായിരുന്നു. അവരെന്താ ചെയ്യേണ്ടത്? അതിനെതിരെ പ്രതികരിക്കാൻ അന്നും അവർ തയ്യാറായില്ല. തിരികെ വന്ന് അവർക്കെതിരെ മിണ്ടാനോ അവർ ഇപ്പോഴും തയ്യാറാകുന്നില്ല. അതെ, അവിടെയാണ് സ്വന്തം കാര്യം സിന്ദാബാദ് എന്നല്ല PT ഉഷയും അഞ്ജു ബോബി ജോർജും ഒക്കെ വെക്കേണ്ടത്. കാരണം അവർക്ക് വേണ്ടി സമ്പൂർണ്ണ പിന്തുണ കൊടുത്തവരാണ് മലയാളികൾ. വേറെ ഒരു കാര്യവും പറഞ്ഞില്ല. മാധ്യമങ്ങളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിനി മാധ്യമങ്ങളിൽ വരത്തില്ല, മാധ്യമങ്ങൾ വേട്ടയാടുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാര്യങ്ങൾ പലതിലും മാധ്യമങ്ങൾക്ക് അതിൻ്റെതായ പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ഈ വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, കോടതിയുടെ ശ്രദ്ധയിൽ അടക്കം പോകാനൊരു സാഹചര്യം ഒരുക്കിയത് കേരളത്തിലെ മാധ്യമങ്ങളാ. PT ഉഷയെ വളർത്തിക്കൊണ്ടുവന്നത് കേരളത്തിൽ ഒരു PT ഉഷയുടെ കഴിവിനോടൊപ്പം ഒരു ചെറിയ അംശമെങ്കിലും കേരളത്തിലെ അന്നത്തെ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. PT ഉഷയുടെ കണ്ണ് നനഞ്ഞാൽ കേരളം ഒന്നാകെ കരയുമായിരുന്നു. അതായിരുന്നു അന്നത്തെ അവസ്ഥ. അത് PT ഉഷയും PT ഉഷയുടെ സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന ആളുകൾ മാത്രം അറിഞ്ഞു പോകേണ്ട ഒരു കാര്യത്തെ കേരളത്തെ മുഴുവൻ അറിയിച്ച് ആ പ്രാർത്ഥനയും പിന്തുണയും നേടിക്കൊടുത്തതും മാധ്യമങ്ങൾ തന്നെയാ. അതിന്ന് PU ചിത്രയ്ക്ക് കിട്ടുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ കായിക താരങ്ങൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ
ഈ കാര്യത്തിൽ ധാർമ്മികമായി PT ഉഷയ്ക്കും അഞ്ജു ബോബി ജോർജിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നു. അത് അവർ ചെയ്തില്ല. സെലക്ഷനിൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇവർ പുറത്താക്കി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഈ ഒഴിവാക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അതിന് ഒരു റൂൾ ഉണ്ട് എങ്കിൽ അത് നയപരം എന്നുള്ളതല്ല, ഈ കഴിവിനെ മുൻനിർത്തി ആ കുട്ടിയെ കൂടി അത് ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന നല്ല ലക്ഷ്യത്തിന് വേണ്ടി അത് മറികടക്കാനുള്ള സാധ്യതകളുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷെ എടുക്കാൻ ആ കുട്ടിക്ക് അവസരം കൊടുത്തില്ല, അത് പറഞ്ഞു കൊടുത്തില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് അറിയിച്ചില്ല, കേരള സർക്കാരിനെ അറിയിച്ചില്ല, സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇടപെടുമായിരുന്നല്ലോ. കേരളം ഈ ലോകത്തിന്റെ കായിക ഭൂപടത്തിൽ എത്തുന്നത് കേരളത്തിലെ ഗവൺമെന്റുകൾ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും താല്പര്യമുള്ള വിഷയമാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കായിക വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി PU ചിത്രയുടെ വീട്ടിലെത്തി പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. അത് കേരളത്തിലെ മന്ത്രി CPM നേതാവിന്റെ മാത്രം ശബ്ദമല്ല, മറിച്ച് കേരളത്തിലെ ഓരോ പൗരന്റെയും ശബ്ദമാണ് ആ പ്രതിഷേധം. ശരി, വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ TP ദാസൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ TP ദാസൻ, PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്താനാകില്ല എന്ന് അത്ലറ്റിക് ഫെഡറേഷൻ പറഞ്ഞിരിക്കുകയാണ്. ചിത്രയെ ഉൾപ്പെടുത്താനുള്ള സമയപരിധിയും ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. പൂർണ്ണമായുള്ള സാധ്യത മങ്ങിയ ഒരു അവസ്ഥയാണ് നിലവിൽ ചിത്രയ്ക്കുള്ളത്. ഇവിടെ ആരാണ് ചിത്രയെ മുൻനിരയിലേക്ക് എത്താൻ അനുവദിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കുട്ടി ആയതുകൊണ്ടാണോ, അതോ ഗോഡ് ഫാദർ ഇല്ലാത്തതാണോ ചിത്രയുടെ കുറ്റം എന്നുള്ളതാണ്? താങ്കൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? എന്റെ അഭിപ്രായത്തിൽ അത്ലറ്റിക് ഫെഡറേഷനും അവരുണ്ടാക്കിയ സെലക്ഷൻ കമ്മിറ്റിയുമാണ് ഇതിന്റെ 100% ഉത്തരവാദികൾ. ഒരു സംശയമില്ല, അവരുടെ ഗൂഢാലോചനയാണ്. ഇതിലിപ്പോ പ്രശ്നം എവിടെയാന്ന് പറഞ്ഞാൽ, ഈ ക്വാളിഫൈഡ് അല്ല എന്ന് പറയുന്ന 11ഓളം പേർ ഈ ടീമിലുണ്ട്. ഈ 3 കുട്ടികൾക്ക് മാത്രം എന്താണ് പ്രത്യേകത? ചിത്ര ഉൾപ്പെടെ എന്താ പ്രത്യേകത? അതിൽ വരാൻ കഴിയാത്തത് എന്താണ്? ആർക്കാണ് ഇവരെ ഇഷ്ടപ്പെടാത്തത്? ഇതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. ഒരു കോടതി വിധി വന്നോടുകൂടി ഒരു കാര്യം വ്യക്തമായി. ഇവരുടെ കള്ളക്കളികൾ തുറന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉൾപ്പെടുത്തണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനോടും അത്ലറ്റിക് ഫെഡറേഷനോടുമാണ് കോടതി പറഞ്ഞത്. അവര് ഉൾപ്പെടുത്താൻ ഇനി കഴിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം 23-ാം തീയതി രാത്രി പ്രഖ്യാപിക്കുക, ഈ ലിസ്റ്റ് പ്രഖ്യാപിക്കുക. 20-ാം തീയതി നടന്ന യോഗത്തിന്റെ 24-ാം തീയതി രാത്രി 8 മണിക്ക് എൻട്രി ക്ലോസ് ചെയ്യുക. ആ എൻട്രി ക്ലോസ് ചെയ്തു എന്ന ന്യായം ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഒളിമ്പിക്സിൽ വരെ തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ല അത്ലറ്റിനെ, ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഒരു അത്ലറ്റിനെ പങ്കെടുപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഓട്ടയടക്കേണ്ട കാര്യമില്ല. ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള കമ്മിറ്റി തന്നെയാണ് ലോക നിലവാരത്തിലും ഉള്ളത്. അപ്പൊ ഇവര് വേണമെന്ന് പറഞ്ഞാൽ പരിശോധിക്കാം, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ആ നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റും ശക്തമായ നിലപാടെടുക്കണം. ഈ കാര്യത്തിൽ എടുക്കുന്നില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ TP ദാസൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനു. PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്താനാകില്ല എന്ന് അത്ലറ്റിക് ഫെഡറേഷൻ അറിയിച്ചിരിക്കുന്നു. ചിത്ര ഉൾപ്പെടുത്താനുള്ള സമയപരിധിയും ഏതാണ്ട് അവസാനിച്ചു എന്നാണ് അത്ലറ്റിക് ഫെഡറേഷൻ നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും സാങ്കേതിക തടസ്സങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിധിയെ മറികടക്കാനുള്ള ഒരു ശ്രമം, അതാണ് അത്ലറ്റിക് ഫെഡറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതോടെ അസ്തമിച്ചിരിക്കുന്നത് ഭാവിയുടെ പ്രതീക്ഷകൾ മാത്രമാണ്. PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ. ചിത്രയെ ഉൾപ്പെടുത്താനുള്ള സമയപരിധി അവസാനിച്ചെന്നാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഇപ്പോൾ നൽകുന്ന വിവരം. വെറും സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിധിയെ, ഹൈക്കോടതി വിധിയെ ഒക്കെ മറികടക്കാനുള്ള നീക്കങ്ങൾ മാത്രമാണ് നിലവിൽ അത്ലറ്റിക് ഫെഡറേഷൻ നടത്തുന്നത്. എന്തായാലും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചിത്രയെ ഒഴിവാക്കിയതിനു പിന്നിൽ ബോധപൂർവമായ ഒരു ഇടപെടൽ മാത്രമാണെന്നാണ് മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ചിത്രയുടെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ, അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യുമെന്നും മന്ത്രി
മൊയ്തീൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞിരിക്കുകയാണ്. PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്താനാകില്ല എന്ന് അത്ലറ്റിക് ഫെഡറേഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. ചിത്രയെ ഉൾപ്പെടുത്താനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ്. സാങ്കേതിക തടസ്സങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിധി മറികടക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് PA ചിത്രയെ ഒഴിവാക്കിയത് ബോധപൂർവമായ ഒരു ശ്രമമാണെന്നാണ് മന്ത്രി AC മൊയ്തീൻ അറിയിച്ചത്. ചിത്രയുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഉൾപ്പെടുത്താൻ സാധിക്കില്ല, ചിത്രയെ ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നായിരുന്നു അത്ലറ്റിക് ഫെഡറേഷൻ വ്യക്തമാക്കിയിരുന്നത്. തങ്ങളുടെ വാദം കേൾക്കാതെയാണ് ഹൈക്കോടതി ഇത്തരമൊരു നടപടി ഹൈക്കോടതി ഉത്തരവെന്നും. എന്തായാലും ഇപ്പോൾ ചിന്ത ജെറോം കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ചിന്ത ജെറോം, എന്തായാലും വളരെ പരിതാപകരമായ ഒരു അവസ്ഥ, കായിക ലോകത്തെ സ്ഥിരം ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. PU ചിത്ര എന്ന കായിക താരത്തിന് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാവില്ല, ആ സമയപരിധിയും അവസാനിച്ചിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയം അറിഞ്ഞ സമയത്ത് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ കായിക ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധി തുടർന്ന് അവര് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുകയും നമ്മുടെ ആഗ്രഹം പോലെ കേരളത്തിന്റെ അഭിമാനമായ താരത്തിന് എത്താൻ കഴിയാതെ പോകുന്നതിൽ കേരളത്തിലെ അതേ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായും അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള താരങ്ങൾ പിന്നിട്ട് പോകുന്നു. വിഷയം നാം കൃത്യമായ ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ പരിശോധന നടത്തണം. ഇതിന് പിന്നിൽ അവസരം ലഭിക്കാതെ പോകുന്നതിന് ചിന്ത ചില സാങ്കേതിക പ്രശ്നമുണ്ട്, വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. ചിന്തയിലേക്ക് തന്നെ മടങ്ങി വരാം. എന്തായാലും PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്താനാകില്ല എന്ന് അത്ലറ്റിക് ഫെഡറേഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭാവിയുടെ വാഗ്ദാനമായ PU ചിത്ര എന്ന താരത്തിന്റെ ഭാവിയാണ് ഇതോടെ അസ്തമിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഈ ഒരു ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനായി ഒരുങ്ങിയിരുന്നത്. പാവപ്പെട്ട ആ ഒരു കുടുംബം എല്ലാ തരത്തിലും ഒരുങ്ങുക തന്നെയായിരുന്നു. എന്നാൽ അത്ലറ്റിക് ഫെഡറേഷന്റെ സാങ്കേതികത്വം പറഞ്ഞുള്ള ഒരു ഒഴിവാക്കൽ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. PU ചിത്ര എന്ന കായിക താരത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും സംഘാടകരുടെ അത്ലറ്റിക് ഫെഡറേഷന്റെ ചില ഇടപെടൽ അത് വലിയ ദുരന്തത്തിലേക്കാണ് കായിക താരങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത്. ഇത് ആദ്യ സംഭവമല്ല കായിക ലോകത്തുണ്ടാകുന്നത്, ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അല്പം മുമ്പ് നമ്മോട് പ്രതികരിച്ച ബോബി അലോഷ്യസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതും ആ ഒരു കാര്യമാണ്. ചിന്ത ജെറോം കൂടി ചേരുകയാണ്. ചിന്ത, അല്പം മുമ്പ് നമ്മൾ ബോബി അലോഷ്യസിനെ സംസാരിച്ചിരുന്നു. ബോബി അലോഷ്യസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചിന്ത മുമ്പേ പറഞ്ഞു വെച്ചെടുത്തൊന്ന് തുടങ്ങുകയാണ്. ഇവിടെ ആരാണ് താരങ്ങൾ? എന്താണ്, ഒരുപക്ഷെ താരങ്ങളല്ല ഇവിടെ കേന്ദ്രീകൃതം ആയിരിക്കുന്നത്. സംഘാടകരുടെ തീരുമാനത്തിന് പിന്നിൽ താരങ്ങൾ ആരും അല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ചിന്ത കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയ്ക്ക് ഞങ്ങൾ കത്തയച്ചിരുന്നു. ഈ വിഷയം പുനഃപരിശോധിക്കണം, ഇത് കേരളത്തിലെ കായിക താരങ്ങളുടെ ആത്മവീര്യത്തെ തകർക്കുന്ന സംഭവമാണ് എന്ന അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ കത്തയക്കുകയും അതിനകത്ത് ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ താരങ്ങൾ അവരുടെ കഴിവ് മാറ്റമാകുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വ്യക്തി താല്പര്യങ്ങളോ സ്വാർത്ഥ താല്പര്യങ്ങളോ ആയിരിക്കരുത്. കായിക മേഖലയിലും കലാമേഖലയിലും കൂടുതൽ പ്രാധാന്യം, പ്രയോറിറ്റി വരേണ്ടത്. പ്രയോറിറ്റി എപ്പോഴും നൽകേണ്ടത് മെറിറ്റിനാണ്, അവരുടെ കഴിവിനാണ്, അവർ നടത്തുന്ന പെർഫോമൻസിനാണ്. അപ്പോൾ പെർഫോമൻസിനും ഇപ്പൊ CK വിനീതിന്റെ സംഭവം വളരെ കൃത്യമായി ചർച്ചകൾ നടത്തിയതാണ്. CK വിനീത് ഒരു താരം, അദ്ദേഹം ഇന്ത്യയുടെ അഭിമാനമായി മാറുന്നു, കേരളത്തിന്റെ അഭിമാനമായി മാറുന്നു. അദ്ദേഹത്തിന് ജോലി നിഷേധിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത്. CK വിനീതിന് ജോലിയാണ് നിഷേധിക്കപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന് മറ്റവസരങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. പക്ഷേ ഇത് ഒരു കായിക താരത്തെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും നികത്താൻ കഴിയാത്തൊരു വലിയ നഷ്ടമാണ്. അവരുടെ വ്യക്തിപരമായ നഷ്ടം മാത്രമല്ല, തീർച്ചയായും കായിക പ്രേമികളായിട്ടുള്ള കേരളത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള ഒരു കായിക താരത്തിന് നേരിട്ട വളരെ ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ്. ഇത് പുനഃപരിശോധിക്കുമെന്നായിരുന്നു നമ്മളുടെ പ്രതീക്ഷ. അങ്ങനെ സംഭവിക്കാതെ പോയതിൽ തീർച്ചയായും കേരളത്തിലെ കായിക ലോകത്തിന് ഖേദമുണ്ട്. അതിനോടൊപ്പം യുവതാരം നമ്മുടെ കൂടി
അവർക്ക് അവസരം ലഭിക്കാതെ പോയതിലുള്ള ദുഃഖം തീർച്ചയായും രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും എന്തൊക്കെ ചട്ടങ്ങളാണ്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഈ സെലക്ഷൻ പ്രോസസ്സിൽ ഉള്ളത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഉയർന്നത്. അധികൃതരുടെ പ്രീതി പറ്റിയാൽ മാത്രം ആ ഒരു ലിസ്റ്റിലേക്ക് എത്തിപ്പെടുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇവിടെ ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ പെടാം, അല്ലെങ്കിൽ അധികൃതരുടെ ഇഷ്ടം സമ്പാദിച്ചാൽ എത്തിപ്പെടാം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ അധപ്പതിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്ത് അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളാണ് ഇതൊക്കെയെന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം കലാ കായിക മേഖലകൾ, ഈ മേഖലകളിലൊക്കെ നമ്മൾ കൂടുതൽ മാനദണ്ഡം വയ്ക്കേണ്ടത്, നമ്മൾ കൃത്യമായ മാനദണ്ഡം വെച്ചുകൊണ്ട് നോക്കേണ്ടത് ഇവരെങ്ങനെയായിരിക്കും ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രതിഭ അരങ്ങേറാൻ പോകുന്നത് എന്നതായിരിക്കണം നാം പരിശോധിക്കേണ്ടത്. അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വ്യക്തി താല്പര്യങ്ങൾക്കോ വ്യക്തി പ്രീതിക്കോ പീഡനത്തിനും പ്രീണനത്തിനും ഒന്നും ഈ മേഖലയിൽ യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ പാടില്ല. അത് ഏതൊരു സാമാന്യ വ്യക്തിക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇത്തരം ചില സെലക്ഷനുകൾക്കകത്ത് ഗുരുതരമായ അപാകതകൾ വരുമ്പോൾ തീർച്ചയായും നമ്മൾ സംശയിക്കുകയാണ്, എന്താണ് ഇതിലെ മാനദണ്ഡം. തീർച്ചയായും മെറിറ്റ് ആയിരുന്നു മാനദണ്ഡമെങ്കിൽ ഒരിക്കലും ആ കായിക താരത്തിന് ഇത്തരത്തിലൊരു അനുഭവം നേരിടേണ്ടി വരില്ല. തീർച്ചയായും ഭാവിയിലെങ്കിലും ഇത്തരം സംഭവങ്ങൾ തിരുത്തപ്പെടണം. തീർച്ചയായും എന്തായാലും ഇത് ആദ്യ സംഭവമല്ല, കായിക കേരളത്തിന്റെ ആദ്യ ഒരു സംഭവമല്ല, മറിച്ച് എത്രയോ താരങ്ങൾ ഈ ഒരു ഈ അവസ്ഥയിലൂടെ തന്നെ കടന്നു പോയിരിക്കുന്നു. എന്നിട്ടും ആരും ഒരു പ്രതികരിക്കാൻ തയ്യാറായി രംഗത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു പക്ഷേ പ്രതികരിച്ചവർക്കൊക്കെയും അധപ്പതനം മാത്രമാണ് ഒരു സത്യം എന്നതാണ് സത്യം. ഒരു പക്ഷെ ഇനിയും ഈ ഒരു കാര്യം, ഇത്തരം സംഭവങ്ങൾ, ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും? തീർച്ചയായും ഈ വിഷയം പുറത്തു വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം ആകെ വളരെ കൃത്യമായി ഈ വിഷയത്തിനകത്ത് അവർക്ക് അവസരം ലഭിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് എടുത്തത്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായമായാലും കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായമാണെങ്കിലും അതെല്ലാം തീർച്ചയായും അവർക്ക് അവസരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി സജീവമായി നമുക്ക് ഇടപെടാൻ കഴിയും. തീർച്ചയായും നമ്മുടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള താരങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നതിനെ കുറിച്ചും അത്തരത്തിൽ നമ്മുടെ താരങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്താൻ തീർച്ചയായും എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഇടപെടൽ ആവശ്യമാണ്. ഇപ്പോൾ അവർക്കുണ്ടായ അവസര നിഷേധം ഒരിക്കലും നമുക്ക് നികത്താൻ കഴിയാത്ത നഷ്ടം തന്നെയാണ്. വ്യക്തിപരമായി അവർക്കും നമുക്ക് എല്ലാവർക്കും വലിയ നഷ്ടം തന്നെയാണ്. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പരിശോധിക്കണം. തീർച്ചയായും അവർക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അവർക്കൊപ്പം നിന്ന് അവർക്ക് കൂടുതൽ മാനസികമായ കരുത്ത് നൽകിക്കൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. തീർച്ചയായും എന്തായാലും PT ഉഷയെ പോലെയും അഞ്ജു ബോബി ജോർജിനെ പോലെ ഉള്ളവർക്കൊപ്പം നിന്നതാണ് കേരളം എന്നും. പക്ഷെ എന്തുകൊണ്ട് അവർ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, PU ചിത്രയെ പോലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ഇത്തരത്തിൽ പെരുമാറിയാൽ മതിയോ അവർ എന്നുള്ള ഒരു ചോദ്യം കൂടിയല്ലേ ഉയർന്നത്? അല്ല, അവരുടെ പ്രതികരണങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോ ഡൽഹിയിലാണുള്ളത്. എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ ഇപ്പൊ ഇന്ന് നമ്മുടെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന താരങ്ങൾ, അവർ നാളെ ഇത്തരത്തിൽ വളർന്നു വരാനിരിക്കുന്ന താരങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുക്കേണ്ടവരാണ്. അവർക്ക് അവസരം വാങ്ങിച്ചു കൊടുക്കുകയും തങ്ങൾ ചെയ്ത പെർഫോമൻസിനേക്കാൾ ഒരു പടിയെങ്കിലും മുകളിലേക്ക് വരും തലമുറ പോകുമ്പോൾ അതിൽ അഭിമാനം കാണുകയും അതിന് അവസരവും വഴിയും ഒരുക്കി കൊടുത്തവർ എന്ന നിലയിൽ അവരെല്ലാവരും കേരളീയ സമൂഹം ആദരിക്കപ്പെടുകയും എന്നും കേരളീയ സമൂഹം മനസ്സിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന പേരുകളാണ് നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും കായിക താരങ്ങൾ മാത്രമല്ല, കായിക ലോകത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റ മനസ്സോടുകൂടി ഈ അവസര നിഷേധത്തിനെതിരെ നിൽക്കണം, എതിരെ ഒരു നിലപാട് എടുക്കണം എന്നത് തന്നെയാണ് നമുക്ക് പൊതുവെ അഭിപ്രായപ്പെടാനുള്ളത്. ശരി, വളരെയധികം നന്ദി ചിന്ത ജെറോം ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്താനാകില്ല എന്ന അത്ലറ്റിക് ഫെഡറേഷൻ. ചിത്രയെ ഉൾപ്പെടുത്താനുള്ള സമയപരിധി അവസാനിച്ചെന്നാണ് ഇപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ നൽകുന്ന വിശദീകരണം. സാങ്കേതിക തടസ്സങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിധി മറികടക്കാനുള്ള ഒരു ശ്രമം അതുമാത്രമാണ് അത്ലറ്റിക് ഫെഡറേഷൻ നടത്തുന്നത്. എന്തായാലും അത്ലറ്റിക് ഫെഡറേഷൻ നീതി നിഷേധിച്ച PU ചിത്രയ്ക്ക് വേണ്ടിയാണ് കൈരളി പീപ്പിൾ TV ഇപ്പോൾ നിലകൊള്ളുന്നത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ചിത്രയ്ക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന് 10 ലക്ഷം പേരുടെ നിവേദനം നൽകാനാണ് കൈരളി പീപ്പിൾ വേദി ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും PU ചിത്രയ്ക്ക്
ചിത്രയെ ഒഴിവാക്കിയത് ബോധപൂർവം തന്നെയാണ് എന്നാണ് കായികമന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ചിത്രയുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഒട്ടേറെ പ്രതീക്ഷയോടെ എത്തിയ ഒരു കായിക താരം അവളുടെ ജീവിതം തന്നെ കായിക ജീവിതം തന്നെ അസ്തമിക്കുന്ന തലത്തിലേക്കാണ് അധികൃതരുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം ഇത്തരം വലിയൊരു ദുരന്തത്തിലേക്കാണ് PU ചിത്ര എന്ന പെൺകുട്ടിയുടെ ജീവിതം മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരുപക്ഷെ സാങ്കേതികത്വം മാത്രം പറഞ്ഞുകൊണ്ട് വലിയൊരു ഭാവി തന്നെ PU ചിത്ര എന്ന പെൺകുട്ടിയുടെ ഭാവി തന്നെയാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത്. എന്തായാലും ടീമിൽ ഉൾപ്പെടുത്താനുള്ള സമയപരിധി അവസാനിച്ചു എന്നാണ് അത്ലറ്റിക് ഫെഡറേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചത് അവസാന നിമിഷം മാത്രമാണ് എന്ന് അവർ പറയുന്നു. ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നാണ് ഫെഡറേഷൻ നൽകുന്ന വിശദീകരണം. എന്താണ് ആ അവ്യക്തത? എന്താണ് ഈ അവസാന നിമിഷം വരെ ഈ ഒരു വിഷയം കൊണ്ടെത്തിച്ചതിനു പിന്നിൽ എന്നുള്ള ഒട്ടേറെ ചോദ്യങ്ങളാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ അതീവ ദുഃഖിത തന്നെയാണ് PU ചിത്ര. അതീവ സങ്കടമുണ്ടെന്ന് PU ചിത്ര പീപ്പിൾ TVയോട് തന്നെ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും പങ്കെടുക്കാൻ കഴിയുമെന്ന് ഇനി ഒരു പ്രതീക്ഷ ഇല്ല എന്ന ചിത്രയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുന്നു. എന്തായാലും ചാമ്പ്യൻഷിപ്പിൽ ചിത്രയെ ഉൾപ്പെടുത്തണമെന്ന് ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ആ അവസാന നിമിഷം വരെയുള്ള പ്രയത്നങ്ങളെയൊക്കെ അസ്തമിക്കുന്ന തരത്തിലേക്കാണ് അത്ലറ്റിക് ഫെഡറേഷന്റെ ഒരു ഇടപെടൽ ചെന്നെത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 4 മുതൽ 13 വരെയാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അതിലേക്ക് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തതിലെ സുതാര്യത, അത് എത്രത്തോളം സുതാര്യമായിരുന്നു, ഓരോ നടപടിക്രമങ്ങളും എന്ത് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കായിക താരങ്ങളെ തെരഞ്ഞെടുത്തത് എന്നുള്ള ഒട്ടേറെ ചോദ്യങ്ങളാണ് ഈ ഒരു സംഭവത്തോടു കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെയും ഏറ്റവും പുതിയ വാർത്തയിലെ എത്തിയാൽ അത്ലറ്റിക് ഫെഡറേഷന്റെ ഓഫീസ് പൂട്ടിയിട്ട നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അത്ലറ്റിക് ഫെഡറേഷനെ സമീപിക്കാൻ എത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ച, ഓഫീസ് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. എന്താ ഇതിന്റെ പുതിയ വിശദാംശങ്ങൾ നൽകാൻ മനു ശങ്കർ ചേരുകയാണ്. മനു, ഇത്രയും അധികം വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ സമീപിക്കാൻ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഏറെ പരിതാപകരമാണ്. പൂട്ടി സ്വയം രക്ഷപ്പെടുന്ന തരത്തിലേക്ക് പോയോ കാര്യങ്ങൾ? തീർച്ചയായും ഏഷ്യയുടെ രാജകുമാരി എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിച്ച PU ചിത്രയ്ക്ക് അവസരം നിഷേധിച്ചുള്ള മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തീരുമാനം വീണ്ടും നടപ്പാക്കി എന്നാണ് അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഓഫീസിൽ സമീപിച്ചപ്പോഴും വ്യക്തമായത്. അവിടെ എത്തിയപ്പോൾ പോലും ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ കൂടി ചുമതലയുള്ള അത്ലറ്റിക്സ് ഫെഡറേഷന്റെ അധ്യക്ഷൻ അതിൽ സുമരവിള ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. ആദ്യം ബന്ധപ്പെട്ടപ്പോൾ ഇദ്ദേഹം മീറ്റിംഗിലാണെന്നാണ് അറിയിച്ചത്. പിന്നീട് ഓഫീസിലെത്തിയപ്പോൾ പിന്നീട് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെ അറിയിച്ചത് ഈ അധ്യക്ഷൻ മുംബൈയിലേക്ക് ഒരാഴ്ച മുമ്പേ പോയിരുന്നു എന്നാണ്. മറ്റൊരു സെക്രട്ടറി മലയാളി കൂടിയ CK വത്സൻ, ഇദ്ദേഹത്തെ ബന്ധപ്പെടാനും ശ്രമിച്ചു. പക്ഷേ ഇദ്ദേഹവും ഈ ദിവസങ്ങൾക്ക് മുമ്പേ ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരുന്നു, ചില സ്വകാര്യ ചടങ്ങുകൾക്ക് പോയിരുന്നു എന്നാണ് അറിയിച്ചത്. മറ്റ് ഉദ്യോഗസ്ഥരും ശനിയാഴ്ചയായതിനാൽ ഓഫീസിലേക്ക് ഉണ്ടായില്ല. വലിയ രീതിയിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു തീരുമാനം അത് വീണ്ടും പുനർപ്രഖ്യാപിച്ചു എന്ന് വേണം ഈ PU ചിത്രയുടെ വിഷയത്തിൽ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ വേണ്ട നിർദ്ദേശങ്ങൾ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് നൽകുമെന്നാണ് അറിയിച്ചത്. ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്നും അറിയിച്ചിരുന്നു. പക്ഷേ ഈ ഒരു നിർദ്ദേശം അനുസരിച്ചുള്ള കൂടിക്കാഴ്ചകളൊന്നും സെലക്ഷൻ കമ്മിറ്റിയോട് കൂടി ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. ദിവസങ്ങൾക്ക് മുമ്പേ ദില്ലി വിട്ടിരുന്ന ഈ അധ്യക്ഷനും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരൊന്നും ഇല്ലാതെ വീണ്ടും സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു എന്ന സംശയമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. തീർത്തും അവ്യക്തമായ രീതിയിലുള്ള നീക്കങ്ങൾ ഈ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയിരുന്നു എന്ന ബോധപൂർവമായ വിവരങ്ങളാണ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ടപ്പോഴും ലഭിച്ചത്. ഇതിന് കാരണമായി ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ചിത്രയെ ഒഴിവാക്കുന്നതിന് കാരണം തന്നെ ഇവർ വിശദീകരിക്കുന്നത് 1500 മീറ്ററിൽ ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ ഇപ്പോൾ തന്നെ മത്സരാർത്ഥികൾ അധികമുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ PU ചിത്രയെ വീണ്ടും പേര് നിർദ്ദേശിക്കുന്നത് ഇവർ തള്ളാൻ തയ്യാറാവുകയുള്ളൂ എന്നാണ് ന്യായീകരിക്കുന്നത്. പക്ഷേ PU ചിത്രയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു
ഒരു അപ്പീൽ നൽകാൻ പോലും ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പരിതാപകരമായ സംഗതി. ഇതോടൊപ്പം ഈ ചില സാങ്കേതിക കാരണങ്ങൾ കൂടി ഈ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്നു. എന്തുകൊണ്ട് ചിത്രയ്ക്ക് യോഗ്യതയില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതിനാൽ യോഗ്യതയുണ്ട്, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ചിത്രയെ ഉൾപ്പെടുത്താനായില്ല. ഇപ്പോൾ സമയപരിധിയും അവസാനിച്ചിരിക്കുന്നു എന്നീ 3 കാരണങ്ങളാകും ഇനി തിങ്കളാഴ്ച ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഹൈക്കോടതിയിൽ മറുപടി നൽകുക. അതിനാൽ തന്നെ കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തി. പക്ഷേ പ്രായോഗിക തലത്തിൽ ചിത്രയെ ഉൾപ്പെടുത്തേണ്ട എന്ന മുൻ നിശ്ചയിച്ച തീരുമാനം അതേപടി നടപ്പാക്കുക എന്ന നീക്കത്തിലേക്കാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ പോകുന്നത്. തികച്ചും ഈ ഫെഡറേഷന്റെ ഓഫീസിന്റെ വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണാനാവുക മലയാളികളുടെ ഇതിഹാസ താരങ്ങളായ PT ഉഷയുടെയും അഞ്ജു ബോബി ജോർജിന്റെയും ചിത്രങ്ങളൊക്കെയാണ്. പക്ഷേ ഇതേ ഇതിഹാസ താരങ്ങൾ തന്നെ മറ്റൊരു ഇതിഹാസ താരമായി വളരാവുന്ന PU ചിത്രയുടെ പേര് നിശ്ചയിക്കപ്പെടുന്നതിൽ എതിർ ശബ്ദം പുറപ്പെടുവിച്ചു എന്ന വേദനാജനകമായ മറ്റൊരു ഈ വാർത്തകൾ കൂടി ഈ വേദന ഇരട്ടിയാക്കുകയാണ്. എന്തായാലും PU ചിത്രയ്ക്ക് അത്ലറ്റിക്സ് ഫെഡറേഷൻ മുൻപേ നിശ്ചയിച്ചിരുന്ന അതേ തീരുമാനം പുനർപ്രഖ്യാപിച്ചു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. അഞ്ജു, മനു, എന്തായാലും നമ്മൾ ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രവർത്തനം പോലും അവതാളത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണോ? ഓഫീസിൽ പോലും ആരുമില്ലാത്ത ഒരു അവസ്ഥ, കൃത്യമായ വിവരം നൽകാൻ ആളുകളില്ല, അത്തരത്തിൽ താളം തെറ്റിക്കിടക്കുന്ന ഒരു ഓഫീസ് എന്ന തലത്തിലാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരം നീക്കങ്ങൾ തന്നെയാണ് ഫെഡറേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ബോർഡ് ഈ നിരീക്ഷക സമിതിയിൽ പോലും PT ഉഷ, ഷൈനി വിൽസൺ ഉൾപ്പെടെയുള്ള ഈ താരങ്ങളെ ഉൾക്കൊള്ളിച്ചിരുന്നെങ്കിലും ഈ താരങ്ങൾ തന്നെ പറഞ്ഞിരുന്നത് ഫെഡറേഷനിലെ സെലക്ഷൻ കമ്മിറ്റിയുടെ സ്വതന്ത്രമായ തീരുമാനമാണ് PU ചിത്രയെ നിർദ്ദേശിക്കണമോ വേണ്ടയോ എന്നത്. ഇതിൽ നിർദ്ദേശക അംഗങ്ങളായ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പിന്നീട് ഈ ഫെഡറേഷനിലെ തന്നെ മറ്റൊരംഗം ഈ നിരീക്ഷക സമിതിയുടെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് ചിത്രയെ ഒഴിവാക്കിയതെന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഓഫീസുമായി ബന്ധപ്പെടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തമായ മറുപടി മാത്രമാണ് നൽകുന്നത്. കൃത്യമായ ഉദ്യോഗസ്ഥർക്ക് ഒന്നും പറയാനില്ല. ഇതിൽ പറയുന്ന നിരീക്ഷണവും അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദവും മുൻപേ നിശ്ചയിച്ച അതേ വാദങ്ങൾ തന്നെയാണ്. സമയം അതിക്രമിച്ചു. ഈ മാസം 24-ാം തീയതിയായിരുന്നു അവസാന തീയതി. ആ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ചിത്രയുടെ പേര് വീണ്ടും നിർദ്ദേശിക്കുന്നത് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ തള്ളാൻ ഇടയാക്കുകയുള്ളൂ എന്നാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അധ്യക്ഷൻ അതിൽ സുമ്രവിള ലോക അത്ലറ്റിക്സ് ഫെഡറേഷനിൽ അംഗത്വമുള്ള ആൾ കൂടിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരിട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. ഈ മണിക്കൂറിൽ പോലും ചിത്രയുടെ പേര് ഇപ്പോൾ പോലും നിർദ്ദേശിച്ചാൽ ഈ ലോക അത്ലറ്റിക്സ് ഫെഡറേഷന് പങ്കെടുക്കാനുള്ള അവസരം ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. പക്ഷേ ഫെഡറേഷൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരുക്കമല്ല. മുൻപേ നിശ്ചയിച്ച അതേ നിലപാട് തുടരുന്നു. നേരത്തെ ദ്യുതി ചന്ദിന്റെ കാര്യത്തിൽ ഈ 100 മീറ്റർ സ്പ്രിന്റിൽ മറ്റും ദ്യുതി ചന്ദ് ഒഡീഷ താരത്തിനെ ഇതേ രീതിയിൽ കാലാവധി അവസാനിച്ചതിന് ശേഷമാണ് പിന്നീട് ഫെഡറേഷൻ ഉൾക്കൊള്ളിച്ചത്. അന്ന് ഇവർ ഇപ്പോൾ ഇതിന് കാരണമായി മറുപടിയായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ആ ഒരു ഇനത്തിൽ ദ്യുതി ചന്ദിന്റെ ഇനത്തിൽ മത്സരാർത്ഥികൾ കുറവായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പ്രശ്നങ്ങളില്ല. പക്ഷേ PU ചിത്രയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ മത്സരാർത്ഥികൾ ഇരട്ടിയാണ്. ഈ സാഹചര്യത്തിൽ ചിത്രയുടെ പേര് ഇപ്പോൾ വീണ്ടും നിർദ്ദേശിക്കുന്നത് അത് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ നിഷേധിക്കാനുള്ള സാഹചര്യത്തിലേക്ക് വഴിയൊരുക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ കൃത്യമായ കൂടിയാലോചനകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. കേന്ദ്ര കായിക മന്ത്രിയുടെ നിർദ്ദേശത്താൽ പോലും കൃത്യമായ കൂടിയാലോചനകൾ ഈ ഉദ്യോഗസ്ഥരൊന്നും നടത്തിയിരുന്നില്ല എന്നാണ് ഈ ഓഫീസിലെത്തിയപ്പോഴും ബന്ധപ്പെട്ടപ്പോഴും മനസ്സിലാക്കിയത്. അഞ്ജു, മനു, അതായത് ഇനിയും നേരിയ വെളിച്ചമെങ്കിലും ഈ ഒരു പ്രതീക്ഷകൾക്കുണ്ട് എന്നാണോ? ഇനിയും സാധ്യത നിലനിൽക്കുന്നു എന്നുണ്ടോ? ഓഗസ്റ്റ് 4-നാണ് ഈ ലോക അത്ലറ്റിക്സ് മത്സരങ്ങളുടെ ഉദ്ഘാടന സമയം. ഈ ഉദ്ഘാടന ദിവസം ഈ ഓഗസ്റ്റ് 4-ന് തന്നെയാണ് PU ചിത്രയുടെ 1500 മീറ്റർ സ്പെഷ്യലൈസ്ഡ് ഇനവും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും എത്രയും വേഗം ചിത്ര ലണ്ടനിൽ എത്താൻ സാധിക്കുന്നു അത്രയും വേഗം അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാവുകയും പിന്നീട് മത്സരത്തിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യാം. പക്ഷേ എത്രത്തോളം വൈകുന്നോ അത്രത്തോളം താരത്തിന്റെ ഭാവിയും അനിശ്ചിതത്വത്തിലാകുന്നു. നിലവിൽ ആദ്യ സംഘം 24 അംഗ ഇന്ത്യൻ ടീമിന്റെ ആദ്യ സംഘം ഈ തിങ്കളാഴ്ച പുറപ്പെട്ടിരുന്നു. മറ്റൊരു സംഘം ഈ തിങ്കളാഴ്ച പുറപ്പെടാനിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ഈ മണിക്കൂറിലോ ഈ ദിവസത്തിൽ എപ്പോഴെങ്കിലുമോ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന് പേര് വീണ്ടും നിർദ്ദേശിച്ചാൽ ഒരു അപ്പീൽ നൽകിയാൽ ലോക അത്ലറ്റിക്സ് ഫെഡറേഷന് ചിത്രയുടെ പേര് പരിഗണിക്കാനും വിശകലനം ചെയ്യാനുള്ള ഒരു അവസരമെങ്കിലും ഉണ്ട്. പക്ഷെ അത്തരം ഒരു നീക്കത്തിലേക്കും ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ പോകുന്നില്ല. നേരത്തെ നിശ്ചയിച്ച തീരുമാനം അതേപടി നടപ്പാക്കുന്നു. നീതിപീഠം പോലും ചിത്രയ്ക്ക് നീതി വേണമെന്ന് നിർദ്ദേശിക്കുമ്പോഴും അത് നടപ്പാക്കാൻ ശ്രമിച്ചു എന്ന്
വരുത്തി തീർക്കാൻ ഒരുങ്ങുന്നതല്ലാതെ ചിത്രയ്ക്ക് വേണ്ടി ഒരു നീക്കവും ദില്ലിയിൽ നിന്ന് നടത്തിയിട്ടില്ല. ഒരു നീക്കവും ലോക അത്ലറ്റിക്സ് ഫെഡറേഷനുമായി നിർദ്ദേശിക്കാൻ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ തയ്യാറായിട്ടുമില്ല എന്നതാണ് ഏറ്റവും വേദനാജനകം. ഇപ്പോഴും ബന്ധപ്പെട്ടാൽ ഒരുപക്ഷെ ഈ ചിത്രയ്ക്ക് യോഗ്യത ഉണ്ടായിരുന്നു, ചില സാങ്കേതിക തടസ്സങ്ങൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ കമാൽ വരദൂർ. കാര്യങ്ങളൊക്കെ താങ്കൾ അറിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു സാധ്യത നിലവിൽ PU ചിത്രയ്ക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അത്തരത്തിൽ ഇനിയും ഒരു പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ ചിത്രയുടെ കാര്യത്തിൽ? അതായത് നമുക്ക് ഇന്നലെ ഹൈക്കോടതി വിധി വന്നത് മുതൽ വളരെ വ്യക്തമായിട്ടറിയാം. കാരണം നമ്മുടെ മറുഭാഗത്തുള്ള കക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷനാണ്. ഫെഡറേഷൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അനുകൂലമായ തീരുമാനമെടുത്താൽ മാത്രമാണ് എന്തെങ്കിലും സാധ്യത. പക്ഷേ അത്ലറ്റിക്സ് ഫെഡറേഷൻ അറിയുന്നവർക്ക്, അതിന്റെ പൊളിറ്റിക്സ്, അതിന്റെ വ്യക്തികളെ അറിയുന്നവർക്ക് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ചിത്ര കോടതിയിൽ പോയത് മുതൽ അവര് ശരിക്കും ചിത്രയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു നിലപാടാണ്. അത് ആര് കോടതിയിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ ഹൈറാർക്കിയെ വളരെ വ്യക്തമായിട്ട് അറിയുന്നവർക്കറിയാം. അധികാരികളെ ആര് ചോദ്യം ചെയ്തുവോ അവരകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് അത്ലറ്റിക് ഫെഡറേഷൻ്റേത്. മാത്രമല്ല അത്ലറ്റിക് ഫെഡറേഷൻ്റെ നമ്മുടെ കായിക അധികാരികളുടെ. അതുകൊണ്ട് തന്നെ അവരകറ്റി നിർത്തും. അതിനവർക്ക് പറയാനായിട്ട് കുറെ കാരണങ്ങളുണ്ട്. ഇവിടെ നേരത്തെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തിങ്കളാഴ്ച ഇതിന്റെ എൻട്രി വിൻഡോ ക്ലോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അക്രഡിറ്റേഷന്റെ വിഷയമുണ്ട്, യാത്രയുടെ വിഷയമുണ്ട്, പിന്നീട് മത്സര ഷെഡ്യൂൾ എല്ലാം ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ചിത്രം ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ മറുഭാഗത്ത് ബിജു ചന്ദിനെ പോലെ ഒരാൾക്ക് ശരിക്കും വൈൽഡ് കാർഡ് എൻട്രി കൊടുത്തതുപോലെ വേണമെങ്കിൽ, അതായത് വേണമെങ്കിൽ എന്ന് പറയാൻ ഒരു കാരണം, ഫെഡറേഷൻ നമ്മുടെ രാജ്യാന്തര ഫെഡറേഷൻ നയിക്കുന്നത് സെബാസ്റ്റ്യൻ കോയെത്തുള്ള ആളുകളാണ്. സെബാസ്റ്റ്യൻ കോ എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് ഇവിടെ വന്ന ആളാണ്. 2012 ലണ്ടൻ ഒളിമ്പിക് പോലുള്ള വലിയ മത്സരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ്. ഇന്ത്യയോട് സ്നേഹമുള്ളയാളാണ്, അത്ലറ്റിക്സിനോട് സ്നേഹമുള്ളയാളാണ്. അദ്ദേഹത്തോടൊരു റിക്വസ്റ്റ് നമ്മുടെ ഫെഡറേഷൻ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിത്രത്തിൽ മത്സരിക്കാനായിട്ട് കഴിയും. പക്ഷേ അതിനവർ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനി ഈ ചിത്രക്ക് സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. തീർച്ചയായും എന്തായാലും സാങ്കേതികത്വം പറഞ്ഞു മാത്രം ഒഴിവാക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചത് അതും അവസാന നിമിഷമാണ് എന്ന് അത്ലറ്റിക് ഫെഡറേഷൻ പറയുന്നു. ഇനി ഇത്തരത്തിലുള്ള ഒരു നടപടി, ഒരുപക്ഷെ ഇത് ആദ്യ സംഭവമല്ല കേരള ചരിത്രത്തിൽ തന്നെ, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമല്ല. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ ഏറ്റവും വേദനാജനകം? അതായത് തീർച്ചയായിട്ടും അതിലെ വേദന എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും ഇടപെടാത്ത പക്ഷം, അതായത് ഇപ്പോൾ ഇതിൽ ഇടപെടാനായിട്ട് കേരളത്തിനോ നമ്മുടെ സർക്കാരിനോ ഇപ്പൊ PT ഉഷക്കോ ഒളിമ്പ്യൻസിനോ ഒന്നും കഴിയില്ല. കാരണം അവർക്കെല്ലാം ഭയമാണ് ഇവരെ. അതായത് ഭയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഇപ്പൊ മിൽഖാ സിംഗിന് അനുഭവം മാത്രം നമ്മൾ എടുക്കുക. മിൽഖാ സിംഗിന് ഒരു അർജുന പോലും നിഷേധിച്ചവരാണ് നമ്മുടെ കായിക അധികാരികൾ. അതിന് വളരെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഈ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തയാളാണ്. ഈ ഫെഡറേഷന്റെ തലപ്പത്തിരിക്കുന്നവർ അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്തയാളാണ്. അപ്പോൾ ആര് ചോദ്യം ചെയ്യുന്നുവോ അല്ലെങ്കിൽ ആരാണ് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അവർക്കെതിരെ വളരെ മർക്കട മുഷ്ടിയോടുകൂടി നീങ്ങുന്നവരാണ് ഫെഡറേഷൻ. അതുകൊണ്ട് തന്നെ അവര് ചിത്രക്കല്ല ഇനി ആരെ എതിർത്താലും അവർക്കെതിരെ നീങ്ങുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സിസ്റ്റം മാറ്റുന്നതിനെതിരെ, കാരണം അതിന് കേന്ദ്ര സർക്കാർ മാത്രമേ നടത്തിയാലേ വിചാരിക്കൂ, അതായത് അവർ വിചാരിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇടപെടുകയും ഈ വ്യവസ്ഥിതി മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ക്രിക്കറ്റ് ബോർഡ് പൊളിറ്റിക്സിന് നമുക്കറിയാം ലോധ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, അങ്ങനെയാണ് ക്രിക്കറ്റ് ബോർഡിൽ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നത്. ആ രീതിയിൽ കോടതി ഇടപെടണം, സർക്കാർ ഇടപെടണം. എന്നിട്ട് ആ വ്യവസ്ഥിതി മാറ്റാത്ത പക്ഷം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. തീർച്ചയായും ആ ക്രിക്കറ്റ് മേഖലയിൽ വന്ന ആ ഒരു പൊളിച്ചെഴുത്ത് അത് ഇവിടെയും ആവർത്തിക്കപ്പെടണമെന്ന് തന്നെയാണോ താങ്കളും പറയുന്നത്? ഒരുപക്ഷെ തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അതായത് ക്രിക്കറ്റ് നമുക്കറിയാം, നമ്മളൊക്കെ എഴുതി അതായത് അവസാനം സുപ്രീം കോടതി ഇടപെടുന്നു, ആ രീതിയിൽ കാര്യങ്ങൾ വരുന്നു. അങ്ങനെ ജസ്റ്റിസ് ലോധ വരുന്നു. ലോധ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ട കാര്യം N. ശ്രീനിവാസൻ, തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ, അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞ ആളാണ്. സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ നിരഞ്ജൻ ഷാ 70 കഴിഞ്ഞ ആളാണ്. അപ്പൊ ഇവര് തുടരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇവിടെ ക്രിക്കറ്റ് മേൽനോട്ട് സമിതി പോവുകയും സുപ്രീം കോടതി ഇടപെടുകയും ഈ 2 പേരെ BCC യോഗങ്ങളിൽ നിന്ന് അകറ്റുപോലും ചെയ്തു. അപ്പോൾ വളരെ കർക്കശമായി സുപ്രീം കോടതി ഇടപെടുന്നു എന്ന് മാത്രമല്ല നിരീക്ഷിക്കുന്നുമുണ്ട്. അപ്പൊ ആ രീതിയിൽ നിരീക്ഷണം ഇടപെടൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ അത്ലറ്റിക്സിലും ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യവും ജനകീയതയും വരുള്ളൂ. ശരി, വളരെയധികം നന്ദി കമാൽ വരദൂർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. മനു ശങ്കർ തന്നെ തുടരുകയാണ്. മനു, എന്തായാലും കമാൽ വരദൂർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അത്ലറ്റിക് ഫെഡറേഷന്റെ മനസ്സ് അതിനെ ഒന്ന് തണുപ്പിക്കാൻ ഇനി ആവില്ല എന്ന് തന്നെയാണ് കമാൽ വരദൂറും ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ആകാമായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ ആകാമായിരുന്നു. ഇത്തരം സാങ്കേതികത്വം ഒന്നും പറഞ്ഞ് ഒരു കായിക താരത്തിന്റെ ഭാവി തന്നെ കളയുന്ന അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. ഒരു പൊളിച്ചെഴുത്ത് ഇവിടെയും വേണമെന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്.
തീർച്ചയായും അത്തരം ഒരു നിർദ്ദേശങ്ങൾ ഈ ക്രിക്കറ്റ് മേഖലയിലടക്കം ഉണ്ടായിരുന്ന BCCയിലടക്കം ഉണ്ടായിരുന്ന അത്തരം ഒരു നീക്കങ്ങൾ ഈ ഫെഡറേഷനിലും ഒരു കുത്തകയായി നിലനിൽക്കുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഒരു ഏഷ്യൻ വൻകരയിൽ തന്നെ സ്വർണം അണിഞ്ഞൊരു താരത്തിന് സുഗമമായി ലോക അത്ലറ്റിക്സ് ഫെഡറേഷനിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. പക്ഷേ ഈ അവസാന നിമിഷമാണ് ചിത്രയുടെ പേര് ഒഴിവാക്കിക്കൊണ്ടുള്ള 24 അംഗ ഇന്ത്യൻ ടീമിന്റെ പേര് പ്രഖ്യാപിച്ചത്. അതിൽ തന്നെ ഒരു വലിയ പ്രാധാന്യമില്ലാത്ത 13ഓളം ഒഫീഷ്യലുകളെയും ഉൾപ്പെടുത്തി എന്നതാണ് ശ്രദ്ധേയമാവുന്നത്. അതിൽ ഒരു ഒഫീഷ്യലിനെങ്കിലും ഒഴിവാക്കി പകരം ഈ ഉയർന്നു വരുന്ന താരത്തിന് ഒരു അവസരം നൽകിയിരുന്നെങ്കിൽ അത് വലിയ ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഒരുപക്ഷെ സാക്ഷ്യം വഹിച്ചേക്കാവുന്നതായിരുന്നു. അന്തർദേശീയ മത്സരങ്ങളിൽ കൂടുതൽ പങ്കെടുക്കാൻ എത്രത്തോളം അവസരം ലഭിക്കുന്നോ അത്രത്തോളം താരങ്ങൾ ശക്തരാകുമെന്നാണ് നേരത്തെ PT ഉഷയൊക്കെ പ്രതികരിച്ചിരുന്നത്. പക്ഷേ അതേ ഇതിഹാസ താരം, അതേ നിരീക്ഷക സമിതിയിൽ ഉണ്ടായിരുന്ന താരം തന്നെ ഇതിനെ എതിർത്തു എന്നതാണ് ഇപ്പോൾ നിരാശാജനകമാകുന്നത്. ഈ PT ഉഷ, ഷൈനി വിൽസൺ, മറ്റു രാധാകൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഈ നിരീക്ഷക സമിതി ഈ PU ചിത്രയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയില്ല എന്നതാണ് മറ്റൊരു പ്രതിസന്ധിയിൽ ഉയർത്തുന്ന മറ്റൊരു കാര്യം. ഇതോടൊപ്പം ഈ 24 അംഗ ഇന്ത്യൻ ടീമിൽ PU ചിത്രയ്ക്കൊപ്പം തന്നെ ഒഴിവാക്കിയിരുന്ന ദ്യുതിത് ചന്ദിനെ ഈ അവസാന നിമിഷം വീണ്ടും ഇമെയിൽ മുഖാന്തരം അപേക്ഷിക്കുകയും പിന്നീട് ഉൾപ്പെടുത്താൻ ഫെഡറേഷൻ കനിയുകയും ചെയ്തിരുന്നു. ഈ ഒഡീഷ സ്വദേശിയെ ഉൾപ്പെടുത്താനുള്ളൊരു താല്പര്യം മലയാളികളുടെ അഭിമാന താരത്തെ ഉൾപ്പെടുത്താൻ ഫെഡറേഷൻ കാണിച്ചില്ല എന്നതും മറ്റൊരു എടുത്തുകാട്ടപ്പെടുന്ന സംഗതിയാണ്. ഈ ഉദ്യോഗസ്ഥർ പോലും ഒരാഴ്ച മുമ്പേ ഇത് സംബന്ധിച്ചുള്ള കൂടിക്കാഴ്ചകൾക്ക് വേണ്ട ഉദ്യോഗസ്ഥർ ഇതിന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നത് മറ്റൊരു സംഗതി. ഈ അധ്യക്ഷൻ അതിൽ സുമരവിള ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗമാണ്. ഇദ്ദേഹത്തിന് നേരിട്ട് ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ അത്തരമൊരു സമ്മർദ്ദമൊന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു സ്വാഭാവികമായുള്ള നടപടിക്രമം എന്ന പോലെ ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം തേടി എന്നതല്ലാതെ മറ്റു സമ്മർദ്ദങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെയാണ് ഈ അധ്യക്ഷൻ പോലും ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ കൃത്യമായി നടത്താതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അധ്യക്ഷൻ അതിൽ സുമരവിള പിന്നീട് മുംബൈയിലേക്ക് പോകുന്നു, സെക്രട്ടറി CK വത്സൻ ചെന്നൈയിലേക്ക് പോകുന്നു, മറ്റു ഉദ്യോഗസ്ഥർ മറ്റു സ്വകാര്യ ചടങ്ങുകൾക്കൊക്കെ പോകുന്നു. ഇത്തരം വലിയ അനാസ്ഥകളുടെ ഒരു കൂടാരമായി ദില്ലിയിലെ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ മാറുകയാണ്. ഇതിൽ നിഷേധിക്കപ്പെടുന്നത് ഉദിച്ചുയർന്നു വരേണ്ട പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന്, അതും ഏഷ്യ വൻകരയുടെ രാജകുമാരി എന്ന അന്തർദേശീയ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിച്ച ഈ PU ചിത്രയെ പോലുള്ള താരങ്ങളുടെ അവസരമാണ് എന്നതാണ് മറ്റൊരു ലജ്ജിപ്പിക്കുന്ന സംഗതി. അഞ്ജു, എന്തായാലും ഇനിയും ഹൈക്കോടതി വിധിയെ തന്നെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള അത്ലറ്റിക് ഫെഡറേഷന്റെ ഈ നീക്കം അത് വളരെ വേദനാജനകമാണ്. നീതിപീഠം പോലും നീതി വേണമെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ തഴയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ ഒരു വശം ഈ ഒരു സാധ്യതയ്ക്ക് മുമ്പിൽ തെളിയുന്നുണ്ടോ? ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര കായിക മന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും നടപ്പാക്കാൻ ബാധ്യസ്ഥരെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഫെഡറേഷന്റെ നീക്കങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് കോടതി വിധി ഒരു കോടതി ലക്ഷ്യത്തിലേക്കും മറ്റും പോയില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, കോടതി വിധി നടപ്പാക്കുന്നതിന് തങ്ങൾ ചിലതെല്ലാം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ മാത്രം ശ്രമിക്കുക എന്നതാണ്. ഇതിനുള്ള നീക്കങ്ങളാണ് ഫെഡറേഷൻ നടത്തിയിട്ടുള്ളതും. ഈ നിലവിലെ സാഹചര്യത്തിൽ പോലും ചിത്രയെ ഈ യോഗ്യതയുണ്ട്, ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഉൾപ്പെടുത്താനായില്ല എന്ന് പറഞ്ഞ് ഫെഡറേഷൻ ഇപ്പോഴും ലോക അത്ലറ്റിക്സ് ഫെഡറേഷനെ സമീപിക്കാമായിരുന്നു. പക്ഷേ ഇതിന് ന്യായീകരണമായി ഇനി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ മറുപടി നൽകുമെന്നാണ് ഫെഡറേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഫെഡറേഷന്റെ മാധ്യമ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ അറിയിച്ചത് തിങ്കളാഴ്ച അവരുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മറുപടി നൽകുമെന്നാണ്. ഈ മറുപടിയിൽ വ്യക്തമാക്കുക ഈ ചിത്രയെ ഉൾപ്പെടുത്തേണ്ട ഈ 1500 ഇനത്തിൽ ഇപ്പോൾ തന്നെ മത്സരാർത്ഥികൾ അധികം എന്നാണ് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ ഇപ്പോൾ മുൻപ് സമർപ്പിച്ചിട്ടുള്ള പട്ടികയിൽ കൂടാതെ മറ്റൊരു താരത്തിന്റെ പേര് കൂടി നിർദ്ദേശിക്കുന്നത് ഈ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കും. അതിനാൽ ഉൾപ്പെടുത്താനാകില്ല എന്ന മറുപടിയാകും നൽകുക. അതിനോടൊപ്പം യോഗ്യതയുണ്ട്, പക്ഷേ സാങ്കേതിക തടസ്സങ്ങളാൽ ആദ്യം ഉൾപ്പെടുത്താനായില്ല. ഈ ജൂലൈ 24 എന്നുള്ള തീയതി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗീകരിക്കാനും ഇടയില്ല. ഇത്തരമൊരു മറുപടിയാകും ഹൈക്കോടതിയിൽ സമീപിക്കുക. ഈ ഹൈക്കോടതി ഇതിന് എതിരെ മറ്റെന്തെങ്കിലും അലക്ഷ്യ നടപടികളിലേക്കോ അല്ലെങ്കിൽ പിഴ അടയ്ക്കാനോ മറ്റേതെങ്കിലും നിർദ്ദേശം വയ്ക്കുകയാണെങ്കിൽ പിന്നീട് മുതിർന്ന കോടതിയെ സമീപിക്കുക എന്ന നീക്കത്തിലേക്കാകും ഫെഡറേഷൻ കടക്കുക. ഈ മുൻപ്
തീരുമാനിച്ച അതേ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റത്തിനും ഫെഡറേഷൻ തയ്യാറല്ല. ഒഡീഷ താരം ഈ ദ്യുതി ചന്ദിനും മറ്റും നൽകിയിരുന്ന ഒരു ഇളവ് ഈ PU ചിത്രയുടെ കാര്യത്തിൽ ഒരു വേളയിൽ പോലും നൽകാൻ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ തയ്യാറല്ല. സർക്കാരും ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തിയിരുന്നില്ല എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു. ഈ കായിക മന്ത്രി, സംസ്ഥാന കായിക മന്ത്രി AC മൊയ്തീൻ, അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലെത്തിയ വേളയിലും MP-മാർ മറ്റും ഈ കേന്ദ്ര കായിക മന്ത്രിയുമായി പാർലമെന്റിൽ വെച്ച് കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു. അന്ന് ഉറപ്പ് കേന്ദ്ര കായിക മന്ത്രി നടത്തി. പക്ഷേ ഈ ഉറപ്പുകളും വാക്കുകളും ഒന്നുമല്ലാതെ ഒരു പ്രവൃത്തിയും കേന്ദ്ര കായിക മന്ത്രാലയവും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാധ്യമങ്ങൾ ദിവസങ്ങളായി അവിടെയാണ് അത്ലറ്റിക് ഫെഡറേഷന്റെ ഒരു പവർ എന്ന് പറയേണ്ടി വരിക. ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ ഇടപെടൽ പോലും നടത്താനാകാത്ത സ്ഥിതിയിലേക്ക്, അത്ര ഒരു തേർവാഴ്ചയിലേക്കൊക്കെയാണോ അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രവർത്തനം നീങ്ങുന്നത്? അത്ലറ്റിക്സ് ഫെഡറേഷന്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അന്തിമ അധികാരം അവരുടെ കായിക നയങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സ്വതന്ത്ര അധികാരമുണ്ട് എന്ന വിശദീകരണമാണ് കായിക മന്ത്രാലയവും ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. മുമ്പ് പലപ്പോഴും മാധ്യമങ്ങൾ സമീപിച്ചപ്പോഴും ഈ ഹൈക്കോടതി വിധി നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകും, ഇതിനുള്ള നടപടി ഉടനെ ഉണ്ടാകണമെന്ന് അധികൃതരെ അറിയിക്കും എന്നാണ് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ പറഞ്ഞതെങ്കിലും അവസാനം മറ്റൊരു വാക്കുകൂടി കേന്ദ്ര കായിക മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇതിൽ അവസാന തീരുമാനം കൈക്കൊള്ളേണ്ടത് ഫെഡറേഷൻ തന്നെയാണ്. കായിക ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളാനുള്ള ഒരു സ്വതന്ത്ര അധികാരം ഫെഡറേഷൻ ഉണ്ട് എന്നാണ് കായിക മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അതേ കായിക ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ കായിക താരങ്ങളുടെ അവസരങ്ങൾ വെട്ടിച്ചുരുക്കി ഈ ഫെഡറേഷൻ നീക്കങ്ങൾ നടത്തുന്നത് എന്നതാണ് മറ്റൊരു മുഖം. ഇക്കാര്യത്തിൽ എന്തായാലും ഫെഡറേഷൻ കൃത്യമായി ഒരു ചർച്ചകൾ ഈ ഹൈക്കോടതി വിധി വന്നതിന് തൊട്ട് പിന്നാലെയും വേണ്ട രീതിയിൽ, ആവശ്യപ്പെട്ട രീതിയിൽ നടത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. യോഗ്യത നേടിയെങ്കിലും ഈ സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഉൾപ്പെടുത്താനായില്ല എന്നൊരു വിശദീകരണം നൽകാൻ പോലും ഫെഡറേഷൻ തയ്യാറായില്ല. ഏഷ്യൻ വൻകരയിൽ സ്വർണ്ണമണിഞ്ഞിട്ടും വേണ്ട യോഗ്യതാ സമയം PU ചിത്രയ്ക്ക് കുറിക്കാനായില്ല എന്ന നിലപാടിൽ ഫെഡറേഷൻ ഉറച്ചു നിന്നു. ഇന്നും ആ നിലപാടിൽ ഒരു മാറ്റമില്ല. അതിനാൽ എത്രത്തോളം വൈകുന്നോ അത്രത്തോളം ചിത്രയുടെ അവസരം നഷ്ടപ്പെടുന്നു. ഓഗസ്റ്റ് 4-നാണ് 1500 മീറ്റർ മത്സരമുള്ളത്. അതിൽ പങ്കെടുക്കാനുള്ള ഓരോ സാധ്യതയും ഓരോ മണിക്കൂർ പിന്നിടുന്തോറും മങ്ങുകയാണ്. ഈ ഫെഡറേഷൻ സ്ഥിരീകരിച്ചു ഈ PU ചിത്രയെ ഉൾപ്പെടുത്തില്ല എന്ന് നിലവിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണ് കായിക പ്രേമികൾ.